മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. ഞാൻ ആസ്ട്രോളജർ ഗണപതി നിലയം മോഹൻദാസ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പരിപാടിയൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം. തുടർന്നും പല പല വീഡിയോകൾ എൻ്റേതായിട്ട് ഈ ചാനലിൽ വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് സമയാസമയങ്ങളിൽ കിട്ടാൻ വേണ്ടിയിട്ട് ആ പ്രവൃത്തി വളരെയധികം നന്നായിരിക്കും. അപ്പോൾ 2026 ജൂൺ മാസം നടക്കുന്ന വ്യാഴമാറ്റത്തിൻ്റെ ഫലപ്രവചനങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം ചിത്തിര നക്ഷത്രത്തിനെ കുറിച്ചാണ്. ചിത്തിര നക്ഷത്രക്കാർ ഒത്തിരി ഫ്രണ്ട്ഷിപ്പും വലിയ സഹകരണ മനസ്ഥിതിയും ആർഭാടം, വിനോദം, അതേമാതിരി ജനങ്ങളായിട്ടുള്ള സഹകരണം, അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ വളരെയധികം താല്പര്യമുള്ള, ആർക്കാണെങ്കിലും കൂട്ടുകൂടാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തികളായിരിക്കും. കമ്പനിക്കും ഫ്രണ്ട്ഷിപ്പിനും അങ്ങനത്തെ കാര്യത്തിനൊക്കെ ഒത്തിരി ഇത് കൊടുക്കുന്ന ആൾക്കാരാണ്. അപ്പം ചിത്ര നക്ഷത്രക്കാർക്ക് ഈ തവണത്തെ വ്യാഴമാറ്റം വളരെ നല്ല ഗുണപ്രദവും ദൈവാനുഗ്രഹം ഉള്ളതും അതുപോലെ വളരെ മനോഹരവുമായിരിക്കും എന്നുള്ളത് ആദ്യം തന്നെ ഈ തവണ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ചിത്ര നക്ഷത്രം കന്നി, തുലാം തുടങ്ങിയ രാശികളിലായിട്ടാണ് നിലകൊള്ളുന്നത്. ആ കൂട്ടത്തിൽ കന്നി കൂറുകാരായിട്ടുള്ളവർക്ക് 11ലേക്കും തുലാക്കൂറുകാരായിട്ടുള്ളവർക്ക് അതുപോലെ 10ാം ഭാഗത്തേക്കാണ് വ്യാഴം രാശി മാറുന്നത്. ഈ രണ്ട് കൂട്ടർക്കും നമ്മൾ നേരത്തെ പറഞ്ഞു വളരെ നല്ലതായിരിക്കുന്നു. 2026 ജൂൺ 2-ാം തീയതി കർക്കിടകത്തിലേക്ക് വരുന്നതായിട്ടുള്ള ഈ ദൈവിക ഗ്രഹം ഈ വർഷം തന്നെ 10ാം മാസത്തോടെ ചിങ്ങത്തിലേക്ക് പ്രവേശിക്കുകയും അതിചാരം എന്നുള്ളൊരു വൈഭവത്തിലൂടെ ചിങ്ങത്തിലേക്ക് പ്രവേശിക്കുകയും ശേഷം 2027 ജനുവരി അവസാന ഭാഗത്തിൽ വീണ്ടും കർക്കിടകത്തിലേക്ക് തന്നെ വക്രഗതിയിലൂടെ തിരിച്ചു വരികയും ശേഷം 2027 ജൂൺ 26-ാം തീയതിയോടുകൂടി ചിങ്ങൻ രാശിയിലേക്ക് മാറുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് ഈ തവണത്തെ വ്യാഴമാറ്റം. വ്യാഴത്തിന് സഞ്ചരിക്കാൻ സ്വാഭാവികമായിട്ട് ഒരു രാശി മാറാൻ 1 കൊല്ലം വേണം. ഈ തവണ അതിചാരം, വക്രം തുടങ്ങിയ രീതിയിൽ കൂടെ ഈ 1 കൊല്ലത്തെ സഞ്ചാരത്തിനുള്ളിൽ തന്നെ ഇങ്ങനെ 2 സഞ്ചാരഗതികളും കൂടി ഉണ്ട്. അത് ഈ 27 നക്ഷത്രങ്ങളുടെയും ഭാവി ഗുണദോഷ ഫലങ്ങൾക്ക് കാരണമാകും എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയേണ്ടത്. ചിത്ര നക്ഷത്രക്കാർക്ക്, കന്നിക്കൂറുകാർക്ക് 11ലേക്ക് വ്യാഴം വരികയാണ്. 11ലേക്ക് വ്യാഴം വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 12 വർഷങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് നടപ്പാവാതിരുന്ന നിങ്ങളുടെ മോഹങ്ങൾക്ക്, നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കെല്ലാം ഒരു സാധുത വരികയാണ്. നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ഫലിക്കുകയാണ്. സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിയാണ് വ്യാഴത്തിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. വ്യാഴം സമ്പത്തിൻ്റെ കാരകനാണ്, സന്താനകാരകനാണ്, സ്വർണത്തിൻ്റെ കാരകനാണ്, ദൈവാധീനത്തിൻ്റെ കാരകനാണ്. മുടങ്ങിപ്പോയിക്കൊണ്ടിരുന്ന പല പല പരിപാടികളും വിജയത്തിലെത്തുകയും നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരുന്ന ബിസിനസ് സ്ഥാപനങ്ങൾ പെട്ടെന്ന് വലിയ ലാഭത്തിലെത്തുകയും ഗുണമില്ലാതിരുന്ന മക്കൾ എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന മക്കൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തറുതല പറയുകയോ അല്ലെങ്കിൽ അനുസരണക്കേട് കാണിക്കുകയോ ഇഷ്ടത്തിനനുസരിച്ച് പോയിക്കൊണ്ടൊക്കെ ഇരുന്നുള്ള കംപ്ലൈൻറ്റുകളൊക്കെ മാറ്റി പെട്ടെന്ന് മാതാപിതാക്കളുടെ ഇഷ്ടത്തിനൊക്കെ ആയിട്ട് വരികയും അവർക്ക് നല്ല രീതിയിലുള്ള മാർഗം, അതേമാതിരി വിദ്യാഭ്യാസ യോഗ്യതകളും അക്കാദമിക് ഡിഗ്രികളൊക്കെ ലഭിക്കാൻ ഇടവരികയും വലിയ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ആയിട്ട് വരികയും വിവാഹമൊക്കെ മുടങ്ങി പൈസയും ഇതൊക്കെ ഉണ്ടാക്കി വെച്ചു, സൗന്ദര്യമുണ്ട്, വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്, എന്നിട്ടും നമ്മുടെ മകളുടെ മാത്രം കല്യാണം എന്താണ് നടക്കാത്തത് എന്നൊക്കെ വലിയ ആശങ്ക പൂട്ടിരുന്ന മാതാപിതാക്കൾക്ക് ഇത്തവണ അവരുടെയൊക്കെ വിവാഹങ്ങൾ നടന്നു കാണാൻ ഇടവരികയും അങ്ങനെ പ്രത്യേകിച്ച് മക്കളെ കൊണ്ട് സന്തോഷിക്കാനായിട്ട് ഇടവരും. 11 വ്യാഴമുള്ളപ്പോൾ യാചകനായിട്ടുള്ള ഒരാൾ, ഭിക്ഷാക്കാരനായിട്ടൊരാൾ കോടീശ്വരനാവും എന്നാണ് ശാസ്ത്രം. അത് മാത്രമല്ലല്ലോ, വ്യാഴം ഈ തവണ രാശി മാറുന്നത് ഉച്ചരാശിയായിട്ടുള്ള കർക്കിടകത്തിലേക്കാണ്.
മേടം മുതൽ ആരംഭിക്കുന്ന ഈ 12 രാശികളിലേക്ക് വ്യാഴത്തിൻ്റെ ഉച്ചരാശിയായിട്ടുള്ള സ്ഥാനമാണ് കർക്കിടകത്തിന്. ഗ്രഹങ്ങൾക്ക് സ്വക്ഷേത്രമുണ്ട്, അതേമാതിരി ശത്രുക്ഷേത്രമുണ്ട്, മിത്രക്ഷേത്രമുണ്ട്, കേന്ദ്ര ത്രികോണ സ്ഥാനങ്ങളുണ്ട്. അങ്ങനെ പല പല കാര്യങ്ങളുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഉച്ചരാശി എന്ന് പറയുന്നത്. അങ്ങനെ ഉച്ചരാശിയായിട്ടുള്ള കർക്കിടകത്തിലേക്ക് വ്യാഴം വരുമ്പോൾ വേറെ ഏതെങ്കിലും രാശിയിൽ 11ലേക്ക് വന്ന മാതിരിയല്ല. നിങ്ങൾക്ക് അതിശയം തോന്നിപ്പോവും. പല ജ്യോതിഷന്മാരും അല്ലെങ്കിൽ ഞങ്ങളെപ്പോഴും ആൾക്കാരൊക്കെ പലതും പറയണു, അവരൊക്കെ വെറുതെ ഇങ്ങനെ പറയണതാണ്, ഞങ്ങളെ പറഞ്ഞു പറ്റിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞ് കമൻ്റൊക്കെ വരുന്നുണ്ട് ഇഷ്ടം പോലെ. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോ, നിങ്ങൾ അതിശയം വിചാരിച്ചു പോകും. പ്രത്യേകിച്ച് ചിത്ര നക്ഷത്രക്കാരോട് പറയുകയാണ്, കന്നിക്കുറുകാരോട് പറയുകയാണ്, ഇത്രമാത്രം ദൈവം ഞങ്ങൾക്ക് അനുകൂലമായിരുന്നോ, ഇത്രമാത്രം ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നോ എന്ന് തോന്നത്തക്ക രീതിയിലുള്ള ഗുണാനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാവും. അതാണ് 11ലെ വ്യാഴം. ഞാൻ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞതുപോലെ തന്നെ 12 വർഷങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് നേടാനാവാത്ത ഭാഗ്യഗുണങ്ങൾ, 12 വർഷങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് നേടാനാവാത്ത, 12 വർഷങ്ങൾക്ക് മുമ്പ് വരെ നിങ്ങൾക്ക് നേടാൻ ആവാത്തതായിട്ടുള്ള വലിയ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവും. അതിനുശേഷം ഈ 2026 10-ാം മാസത്തിൽ വ്യാഴം 12ാം ഭാവത്തേക്ക് ചെന്ന് ചേരും. 12ാം ഭാവത്തേക്ക് ചെന്ന് ചേരുമ്പോൾ ഒരല്പം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് പെട്ടെന്ന് ഒഴുകിക്കൊണ്ടിരുന്ന സമ്പത്തിൻ്റെ നദി കുറച്ച് ഒഴുക്ക് കുറയുകയും ചെറുതായിട്ടൊക്കെ മനസ്സിലോ ചെറിയ സമാധാനക്കുറവ് വരും. അതുപോലുള്ള ചില വിപരീതമായിട്ടുള്ള ചില കാര്യങ്ങളും കാണും. 12ൽ വ്യാഴം വരുമ്പോൾ പതനം, വ്യയം, അതുപോലെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഉണ്ട്. പാപം, പതനം, വ്യയം, അങ്ങനെ 3 ഘട്ടങ്ങളെ പറ്റി പറയുന്നുണ്ട്. എത്ര നല്ല മനുഷ്യന്മാരാണെന്നുണ്ടെങ്കിലും പാപം ചെയ്യാൻ ഇടവരിക. അദ്ദേഹം നല്ല മനുഷ്യനായിരുന്നു, അദ്ദേഹത്തിൽ നിന്ന് അങ്ങനെയൊന്നും നമ്മൾ പ്രതീക്ഷിക്കാറില്ല, അദ്ദേഹം സഹായിക്കുന്നൊക്കെ വിചാരിച്ചാണ് നമ്മൾ അങ്ങോട്ട് ചെന്നത്, പക്ഷെ അങ്ങനെ ചെയ്തു വളരെ മോശമായി പോയി. അല്ലെങ്കിൽ അത്ര നല്ല സ്വാത്വികനായിട്ടുള്ള മനുഷ്യന് പോലും ചില പ്രവൃത്തികൾ പാപമായി തീരുന്നതായിട്ടുള്ള കണ്ടീഷനിൽ അനുഭവപ്പെടുക. അതുമാതിരി പതനം എന്ന് വെച്ചാൽ ഈ വണ്ടിയിൽ നിന്ന് വീഴുന്നത് പതനാണ്, ടെറസിൽ നിന്ന് വീഴുന്നത് പതനാണ്, അതുപോലുള്ള മരത്തിൽ നിന്ന് വീഴുന്നത് പതനാണ്, തെന്നി വീഴുന്നത് പതനാണ്. അതുപോലെ തന്നെയാണ് നല്ല പൊസിഷനിലൊക്കെ ഒത്തിരി ആൾക്കാരാൽ ബഹുമാനിക്കപ്പെട്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാരുടെ പേരിലൊക്കെ വളരെ കൊള്ളില്ലാത്ത രീതിയിലുള്ള വാർത്തകൾ വരിക, അവരുടെ ഉത്തുംഗാവസ്ഥയിൽ നിന്ന് അവർ അഭിമാനപരമായിട്ടും ഇതൊക്കെ ആയിട്ട് നിപതിക്കാൻ ഇടവരിക. ആ പതനം ആദ്യം പറഞ്ഞ പതനത്തെയൊക്കെ മോശമാണ്. അതുപോലെ തന്നെയാണ് വ്യയം. അനാവശ്യ ചെലവുകൾ കണ്ടമാനം വന്ന് കയ്യിൽ നിന്ന് പൈസ ചിലവാകാനായിട്ട് ഇടവരിക. പൈസ ചിലവാക്കാണ്ട് ജീവിക്കാൻ പറ്റില്ല. എന്തെങ്കിലും കാര്യത്തിനൊക്കെ ആയിട്ട് പൈസ എന്ന് വെച്ചാൽ ചക്രം എന്നാണ് പറയുന്നത്, കറങ്ങിക്കൊണ്ടിരിക്കുന്ന സാധനമാണ്. പക്ഷേ നല്ല കാര്യത്തിന് പോണ മാതിരി അല്ലല്ലോ. മോശ കാര്യത്തിനായിട്ട് ആശുപത്രി കേസുകളോ അതുപോലെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ വന്ന് പെടാനൊക്കെ ഉണ്ട്. പക്ഷെ 11ൽ നിന്ന് പെട്ടെന്ന് 12ലേക്ക് ഉച്ചരാശിയിലേക്ക് വ്യാഴം നിൽക്കുന്നിടത്തോളം കാലം ഒരു സ്ഥാനം അങ്ങോട്ട് മാറുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഭയങ്കര വിഷയം ഉണ്ടാവുന്നല്ല പറയണേ. 11 നിൽക്കുന്ന മാതിരിയുള്ള ആ സുകുമാരാവസ്ഥ, ആ സുഗുണാവസ്ഥയ്ക്ക് ശകലം ഇത് വരും. അപ്പോൾ അതിനായിട്ടുള്ള പാകത്തിനുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്താൽ മതി എന്നേ പറഞ്ഞതിന് അർത്ഥമുള്ളൂ. ചിത്രക്കാരിലെ അടുത്ത വിഭാഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ, അവർക്ക് 10ലേക്കാണ് ഉച്ചരാശിയിലേക്ക് വ്യാഴം. 10ലേക്ക് വ്യാഴം വരുമ്പോഴോ ഒരു ജോലിയൊക്കെ കിട്ടാൻ വേണ്ടി ഒത്തിരി നാളുകൾ ആയിട്ട് പാടുപെട്ട് ആ സ്ഥാപനവും ഈ സ്ഥാപനമൊക്കെ നോക്കി നടന്നവർ, PSC പരീക്ഷയൊക്കെ എഴുതി വെച്ചുകൊണ്ടിരുന്ന ആൾക്കാർ, ഒത്തിരി നാളായിട്ട് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാവാൻ വേണ്ടി തപസ്സിരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. വേറെ ഒരു നാട്ടിലും അങ്ങനെ ഉണ്ടാവില്ല, കുറ്റം പറഞ്ഞതല്ല. അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ അവർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള നല്ല തൊഴിലും കാര്യങ്ങളെല്ലാം കൈവരാനുള്ള ഒരു സാധ്യതയുണ്ട്. 10ലേക്ക് വ്യാഴം വരുമ്പോൾ അമ്പലത്തിലൊന്നും അധികം പോകാത്ത ആൾക്കാർക്കൊക്കെ ക്ഷേത്രങ്ങളൊക്കെ ആയിട്ട് സംബന്ധിക്കാൻ ആയിട്ട് ഇടവരിക. നാട്ടിലൊരു ക്ഷേത്ര നിർമ്മാണമൊക്കെ ഉണ്ട്. നമ്മൾ ഇന്നൊരു കമ്മിറ്റിയിലൊന്നും ഉണ്ടായിട്ടില്ല. സ്വാഭാവികമായിട്ടും നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ആ കമ്മിറ്റിയിൽ നമ്മൾ ചെന്ന് ചേരും. നമ്മൾ പൈസ സംഭാവന കൊടുക്കും മാത്രമല്ല, പിരിച്ചൊക്കെ ഒപ്പിച്ച് കൂട്ടി അമ്പലമൊക്കെ പണിയാനായിട്ട് ഇടവരും. ക്ഷേത്രം പണിയാന്നൊക്കെ പറയുന്നത് വളരെ പുണ്യം ചെയ്തവർക്ക് മാത്രമേ അതിൻ്റെ കൂടെ നിൽക്കാൻ പറ്റുള്ളൂ കേട്ടോ. വളരെ പരമസാത്വികന്മാർക്കാണ് ദേവാലയ നിർമ്മാണത്തിനൊക്കെ, അല്ലെങ്കിൽ അങ്ങനെ ഭാഗ്യമുള്ളവർക്ക് മാത്രമാണ്. അപ്പോൾ അങ്ങനത്തെയുള്ള ഭാഗ്യങ്ങൾ നമ്മുടെ നാട്ടിൽ പുതിയൊരു ക്ഷേത്രം വരിക, അല്ലെങ്കിൽ ക്ഷേത്രത്തിന് പുനരുദ്ധാരണം വരിക, നമ്മളെപ്പോലുള്ള ആൾക്കാർ അതിൽ പങ്കെടുക്കുക. നമ്മുടെ നാട്ടിൽ കുറച്ച് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ചെറിയൊരു ഇടവഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
അതുപോലുള്ള സ്ഥലങ്ങളൊക്കെ പെട്ടെന്ന് അയൽവക്കത്തുകാരെല്ലാവരും കൂടി ഒരു ഓട്ടോറിക്ഷ വരാനോ ഒരു ലോറി വരാനോ ഒക്കെ ആയിട്ടുള്ള വഴിയൊക്കെ ഉണ്ടാവുക. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊരു പഞ്ചായത്ത് റോഡ് ഉണ്ടാവുക. അങ്ങനെ വലിയ കാര്യങ്ങളൊക്കെ ആയിട്ട് പഞ്ചായത്താവട്ടെ, മുനിസിപ്പാലിറ്റി ആവട്ടെ, കോർപ്പറേഷൻ ആവട്ടെ, അങ്ങനത്തെ ഉള്ള സർക്കാർ സംരംഭങ്ങളിൽ നിന്നൊക്കെ ഈ 10ലേക്ക് വ്യാഴം വന്ന സമയത്ത് നമുക്ക് വളരെ ഗുണപരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. പൊതുവേ എന്ന് പറഞ്ഞാൽ കർമ്മസ്ഥാനം തൊഴിലിൻ്റെതായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ വലിയ നേട്ടങ്ങൾക്കിട വരും. അതാണ് 10ലെ വ്യാഴത്തെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പറഞ്ഞ മാതിരി 10ാം മാസം വരെ 10ൽ നിൽക്കും. അതിനുശേഷം 11ലേക്ക് വരും. 11ലേക്ക് വരുന്നതിൻ്റെ ഗുണങ്ങൾ ഞാൻ കുറച്ചു നേരം മുമ്പ് പറഞ്ഞുള്ളൂ. സർവ്വ രീതിയിലുള്ള വിജയങ്ങളും ആയിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ തുലാക്കൂറുകാർക്കാണ്, ചിത്രക്കാർക്കാണ് കുറച്ചുകൂടി കൂടുതൽ ഭാഗ്യം. അപ്പം അങ്ങനെ പ്രത്യേകിച്ച് കുറുകരച്ച് പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഞാനും ചിത്രയാണ്, എൻ്റെ കൂട്ടുകാരൻ അല്ലെങ്കിൽ അയൽവക്കത്തുകാരൻ ചിത്രയാണ്. രണ്ടുപേർക്ക് രണ്ട് രീതിയിലാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിത്ര നക്ഷത്രം എന്ന് പറയുന്നത് 2 കൂറുകളിലായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫലസിദ്ധിയിൽ ഈ 2 കൂട്ടരും തമ്മിൽ ഇത്തിരി വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും പൊതുവെ പറയുകയാണ് ചിത്ര നക്ഷത്രക്കാർക്ക് വളരെ നല്ലതാണ്. അപ്പോൾ ഈ 12ലേക്കൊക്കെ പോകുമ്പോഴുള്ള പരിഹാരം എന്താണ്? പരിഹാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏത് മതത്തിലുള്ളവരായിക്കോട്ടെ, ഏത് വിശ്വാസത്തിലുള്ളവരായിക്കോട്ടെ, നിങ്ങളുടെ ആരാധനാക്രമം കൃത്യമായിട്ട് നടത്തിയാൽ മതി. എന്താ കാരണം എന്ന് വെച്ചാൽ വ്യാഴം സർവേശ്വര കാരകനാണ്. ഏത് ദൈവത്തിൻ്റെയും കാരകനാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്, ദൈവത്തിൻ്റെ പ്രത്യക്ഷമാണ്, ദൈവത്തിൻ്റെ ദൂതനാണ്, സ്വർഗത്തിൽ നിന്നുള്ള വാതിലാണ്, അല്ലെങ്കിൽ ജനലാണ്. അതേമാതിരി സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ്, ദേവഗുരു ബൃഹസ്പതിയാണ് എന്നൊക്കെയാണ് ശാസ്ത്രം. അപ്പോൾ ഏത് ദൈവത്തിന് വിചാരിച്ചാലും വ്യാഴം വരും. പക്ഷേ ജ്യോതിഷത്തിൻ്റെ മഹർഷിമാരായിട്ടുള്ള ആചാര്യന്മാർ പ്രത്യേകം പറയുന്നത് വിഷ്ണുവിനെ ഭജിക്കുക എന്നുള്ളതാണ്. ഗുരുവായൂരോ തിരുപ്പതിയോ അതുപോലുള്ള വൈഷ്ണവാലയങ്ങൾ പ്രത്യേകിച്ച് വ്യാഴാഴ്ച ദിവസം സന്ദർശിക്കുകയാണെങ്കിൽ വളരെ ഗുണപ്രദമായിട്ട് ആണ്. ഇനി അതിനൊന്നും പറ്റിയില്ലെങ്കിലോ നമ്മുടെ വീടിനടുത്തുള്ള നമ്മുടെ നാട്ടിലെ ശ്രീകൃഷ്ണൻ്റെ അമ്പലമോ ശ്രീരാമൻ്റെ അമ്പലമോ നരസിംഹത്തിൻ്റെ അമ്പലമോ പോലെയുള്ള വൈഷ്ണവാലയങ്ങൾ, വൈഷ്ണവ ക്ഷേത്രങ്ങളും സന്ദർശിക്കുക. വ്യാഴാഴ്ച ദിവസം നമ്മുടെ കൈ കൊണ്ട് തന്നെ കത്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കുറച്ച് നെയ്യ് മഴിച്ച് ശ്രീകോവിലേക്ക് കൊടുക്കുക. ചുരുക്കം പറഞ്ഞാൽ നെയ്വിളക്ക് വെച്ച് തൊഴുക. വ്യാഴാഴ്ച ദിവസങ്ങളിൽ നെയ്വിളക്ക് വെച്ച് തൊഴുക. കുറച്ചുകൂടെയും സമയവും സൗകര്യമൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ വ്യാഴാഴ്ചകളിൽ നിങ്ങളുടെ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, തുളസിമാല, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, പാൽപ്പായസ നേദ്യം, ഈ ഓരോ കാര്യത്തിനും ഓരോ തരത്തിലുള്ള ഗുണമുണ്ട്. നമ്മൾ ഏത് ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിലും വിളക്ക്, മാല, നേദ്യം, പുഷ്പാഞ്ജലി ഇത്യാദി വഴിപാട് കഴിച്ചാൽ അന്നത്തെ ദിവസം ആ ക്ഷേത്രത്തിലെ എല്ലാ പൂജയും ദിവസം പൂജ നമുക്ക് ചെയ്ത മാതിരിയുള്ള നമ്മൾ ചെയ്ത മാതിരിയായിട്ടുള്ള ഗുണം കിട്ടുന്നതാണ് ശാസ്ത്രം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. 3 പ്രാവശ്യം 3 വ്യാഴാഴ്ചയെങ്കിലും വ്യാഴത്തിന് വേണ്ടി ചെയ്യണ കാര്യങ്ങൾ 3 പ്രാവശ്യമെങ്കിലും ചെയ്യണമെന്ന് നിയമമുണ്ട്. നിയമം എന്ന് വെച്ചാൽ അങ്ങനെയാണ്. 3 എന്നുള്ളതാണ് വ്യാഴത്തിൻ്റെ നമ്പർ. അതുമാതിരി 3 പ്രദക്ഷിണം വെക്കണം ഈ ക്ഷേത്രത്തിന് ചുറ്റും. അന്നേരം നാരായണ എന്ന് ജപിച്ചുകൊണ്ട് തൊഴുക. അതാണ് വേണ്ടത്. നാരായണ എന്ന് ജപിച്ചുകൊണ്ടാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു സംഗതിയുണ്ട്. ഈ നാമജപം എന്ന് പറഞ്ഞത് കേട്ടിട്ടില്ലേ? കലിയുഗത്തിലെ വലിയ ഹോമത്തിനേക്കാളും അതിനേക്കാളും ഒക്കെ കൂടുതൽ ഗുണം. ഭയങ്കര ഹോമത്തിനേക്കാളും വലിയ വലിയ പൂജകളേക്കാളും ബലികളേക്കാളും ഒക്കെ ഗുണം കലിയുഗത്തിൽ നാമജപത്തിനെന്നാണ് പറയുന്നത്. നമ്മൾ സ്ഥലത്ത് ഇരുന്ന് വളരെ സ്വസ്ഥ മനോഹരമായിട്ട് നാമം ജയിച്ചാൽ മതി. പിന്നെ ഒരു പ്രത്യേകത വെച്ചാൽ ഈ കന്നിക്കൂറുകാരായിട്ടുള്ള ആൾക്കാർക്ക് കണ്ടകശനി ദോഷമുണ്ട്. എന്നാന്ന് വെച്ചാൽ അവർക്ക് 7ാം ഭാഗത്ത് ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമുണ്ട്, ചന്ദ്രാര 7-ൽ. അപ്പോൾ അതുകൊണ്ട് ശനിക്കോടെയും കൂടിയുള്ള പരിഹാരം ചെയ്യണം. ശനിയാഴ്ചകളിൽ പരമശിവനെ അല്ലെങ്കിൽ ശാസ്താവിനെ പോയി തൊഴുകണതും, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, അതുമാതിരി ശാസ്താവിന് നടക്കൽ, എള്ളുതിരി കത്തിക്കൽ, അതുപോലെയുള്ള പല പല കാര്യങ്ങളുണ്ട്. അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ കൂടി അനുഷ്ഠിക്കണം. അതുപോലെ തന്നെ വിശ്വാസമുള്ള ഒരു ജ്യോത്സ്യനെ കൊണ്ട് നമ്മുടെ ജാതക പരിശോധനയൊക്കെ നടത്തി ഇപ്പോഴത്തെ കാര്യങ്ങളും കൂടി അതിനെന്തെങ്കിലും പരിഹാരങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അതോടുകൂടി ക്ലിയർ ചെയ്യണം. വ്യാഴം രാശി മാറുന്ന വെച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. വളരെ ദുഷ്ടമായിട്ടുള്ള മോശമായിട്ടുള്ള ഏതെങ്കിലും ദശാസന്ധി കൂടി നിങ്ങൾ പോകണമെന്നുണ്ടെങ്കിൽ വ്യാഴം രാശി മാറിയതുകൊണ്ട് മാത്രം നമുക്ക് ഗുണം കിട്ടില്ല. പക്ഷെ വളരെ ഭേദമാവും. ജ്യോത്സ്യനെ അല്ലെങ്കിൽ ഒരു വൈദികനെ അല്ലെങ്കിൽ ഒരു ഗുരുവിനെയൊക്കെ കാണാൻ പോകാമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാഗ്യമുള്ള സമയത്താണ് നടക്കുന്നതാണ്.
ഗുരുക്കന്മാർ പറയണത്. അപ്പോൾ നിങ്ങൾക്ക് കുറഞ്ഞ പക്ഷം അങ്ങനെയുള്ള ഭാഗ്യമെങ്കിലും ലഭിക്കും. നിങ്ങൾ നല്ലൊരു ആചാര്യനെ പോയി കണ്ട് നമ്മുടെ ജാതകമൊക്കെ പരിശോധിച്ച് അങ്ങനെയൊക്കെ തീരുമാനം എടുക്കണമെന്ന് ഒരു തീരുമാനമെങ്കിലും വരാൻ ഈ വ്യാഴത്തിൻ്റെ മാറ്റം സംഭവിക്കും. അതുപോലെ ഞാൻ മുഖാന്തരം നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പെട്ടെന്ന് നടക്കില്ല, നമുക്ക് സമയം വരെ നടക്കുള്ളൂ മാത്രമേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ടൈം, ജില്ല, താമസ സ്ഥലം ഇത്യാദി കാര്യങ്ങൾ വാട്സാപ്പ് നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അത് നോക്കി ചെയ്താൽ മതി. അപ്പോൾ എല്ലാവർക്കും ഈ പ്രത്യേകിച്ച് ചിത്ര നക്ഷത്രക്കാരായിട്ടുള്ള എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ എല്ലാവർക്കും ഈ വർഷം വ്യാഴമാറ്റം കൊണ്ട് വളരെ മനോഹരമായ സുഹൃതങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ സംഭാഷണം അവസാനിപ്പിക്കുകയാണ്.